ശബ്ദ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. അതെ, നമ്മുടെ ഭൂമി മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാതെ തീർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം. ആസന്ന മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ നമുക്കൊരോരുത്തർക്കും കടമയുണ്ട്. അതുകൊണ്ടാണ് നാം ഭൗമദിനവും പരിസ്ഥിതി ദിനവും മറ്റും ആചരിക്കുകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. എന്താണ് പരിസ്ഥിതി? നമ്മുടെ ഭൂമിയും അതിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. അതിനേതെങ്കിലും ഉണ്ടാകുന്ന നാശം നമ്മുടെ തന്നെ നാശമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതി വളരെയധികം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മണ്ണും ജലവും വായുവും മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നത് നമ്മുടെ ശീലമായി മാറിയിരിക്കുന്നു. നമ്മുടെ വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, രാസകീടനാശിനികൾ, പ്ലാസ്റ്റിക് എന്നിവ മൂലം നമ്മുടെ മണ്ണ് മലിനവും നിർജ്ജീവവുമായി മാറുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലവും വ്യാപാര സ്ഥാപനങ്ങൾ, കൃഷിയിടങ്ങൾ, ഫാക്ടറികൾ എന്നിവയിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം, വാഹനങ്ങൾ, കപ്പലുകൾ എന്നിവ പുറന്തള്ളുന്ന എണ്ണ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ മൂലം ജലസ്രോതസ്സുകളും സമുദ്രങ്ങളും മലിനമാക്കപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ്, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ, ഇലക്ട്രിക് ഉപകരണങ്ങൾ പുറന്തള്ളുന്ന അപകടകരമായ വാതകങ്ങൾ ഇവയെല്ലാം മൂലം വായുവും മലിനമാക്കപ്പെട്ടിരിക്കുന്നു. മലിനീകരണം വഴി മാത്രമല്ല നാം പ്രകൃതിയെ നശിപ്പിക്കുന്നത്. വയലുകൾ നികത്തിയും പുഴ കയ്യേറിയും പാറ പൊട്ടിച്ചു നീക്കിയും കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കിയും നാം പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഇരിക്കും കൊമ്പ് മുറിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇങ്ങനെ ഒരു വീണ്ടും വിചാരവുമില്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ജലക്ഷാമവും വരൾച്ചയുമെല്ലാം. ഒരു മരം നട്ടുപിടിപ്പിക്കുന്നത് പോലും പ്രകൃതി സംരക്ഷണമാണ്. പ്രകൃതി നമ്മുടെ അമ്മയാണ്. ആ പ്രകൃതിയെ സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. പ്രകൃതി സംരക്ഷണ മാർഗങ്ങൾ കണ്ടെത്തുകയും പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഇന്ന് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് പ്ലാസ്റ്റിക് ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നു. ഇവയെല്ലാം ശുഭസൂചനകളാണ്. അതുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം. അരുത് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന എല്ലാത്തിനോടും ചെയ്യരുത് എന്ന് പറയാൻ നമുക്കാവണം. ഈ ഭൂമിയിലുള്ള എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം. നന്ദി. എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിനാശംസകൾ.